അപ്പൊ നമ്മൾ ലാസ്റ്റ് ആയിട്ട് എടുത്തത് ഈ അപ്രോച്ച് ആംഗിൾ ട്രയൽ ആംഗിൾ എന്നുള്ള സാധനമായിരുന്നു അല്ലെ? അപ്രോച്ച് ആംഗിൾ ട്രയൽ ആംഗിൾ, അതായത് രണ്ട് കട്ടിംഗ് എഡ്ജ് ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിന് നമ്മൾ സൈഡ് കട്ടിംഗ് എഡ്ജ് എന്നും മറ്റൊന്നത്തിന് നമ്മൾ എൻഡ് കട്ടിംഗ് എഡ്ജ് എന്നും പറയുക. സൈഡ് കട്ടിംഗ് എഡ്ജുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും മേജർ ആയിട്ടിരിക്കുന്ന ആംഗിളിനെ ഏതാ പറയുന്നത്? അപ്രോച്ച് ആംഗിൾ ആയിരുന്നു. അപ്രോച്ച് ആംഗിൾ മോസ്റ്റ് കോമൺലി നമ്മൾ പറയുന്നത് 30 ഡിഗ്രി ആണെങ്കിലും ഇതിന് റേഞ്ച് ആയിട്ട് പറയാൻ വേണ്ടി പറഞ്ഞെങ്കിൽ 25-നും 40-നും ഇടയ്ക്കായിരിക്കും പറയും. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആംഗിൾ ആയിരുന്നു നമ്മൾ പറഞ്ഞത് എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ട്രയൽ ആംഗിൾ. അതായത് ആദ്യത്തെ സ്ഥാനത്തിന് അപ്രോച്ച് ആംഗിൾ എന്നും രണ്ടാമത് പറയുന്നത് ട്രയൽ ആംഗിൾ ആയിരുന്നു. എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കാണാതെ പഠിക്കാൻ വേണ്ടി പറ്റുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും അല്ലെ? 30 ഡിഗ്രി ആയിരിക്കും നമ്മുടെ എൻഡ് കട്ടിംഗ് എഡ്ജ് മേടിപ്പിക്കുന്ന ആംഗിൾ, അല്ലെങ്കിൽ ട്രയൽ ആംഗിൾ എന്നുള്ള സാധനം 30 ഡിഗ്രി. അപ്പൊ നേരത്തെ നമ്മൾ ഓൾറെഡി ഒരു 30 ഡിഗ്രി അല്ലെങ്കിൽ 25 മുതൽ 40 ഡിഗ്രിയുടെ ഒരു സൈഡ് കട്ടിംഗ് എഡ്ജ് ഉണ്ടായിരുന്നു. അതുപോലെ ഇത് എൻഡ് കട്ടിംഗ് എഡ്ജ് ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടായിരിക്കും നോസ് എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ പോർഷൻ വരിക. അപ്പൊ ആക്ച്വലി നമ്മൾ ഇതിന്റെ ടോട്ടൽ ആംഗിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു പെർപെൻഡിക്കുലർ ആണെന്നുള്ള രീതിയിലായിരിക്കും വരിക. അതായത് 90 ഡിഗ്രി മേടിപ്പിച്ചിട്ടായിരിക്കും വരിക എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇനി ബാക്കി കണ്ടിന്യൂഷൻ ചെയ്യാം. ബാക്കി നമ്മൾ പഠിക്കുന്ന സാധനം ടോപ്പ് റേക്ക് ആംഗിൾ, അല്ലെങ്കിൽ നമുക്ക് ബാക്ക് റേക്ക് ആംഗിൾ എന്ന് പറയുന്നുണ്ട്. ടോപ്പ് അല്ലെങ്കിൽ ബാക്ക് റേക്ക് ആംഗിൾ എന്നായിരിക്കും പറയാം. അപ്പൊ ടോപ്പ് റേക്ക് ആംഗിൾ കാണണമെങ്കിൽ നമുക്ക് ഫേസ് കാണണം അല്ലെ? ഈ ഒരു പർട്ടിക്കുലർ ഫേസ് കാണും. ഈ ഫേസിൽ നിന്ന് നിങ്ങൾ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് നമുക്ക് ആ ബേസിന് പാരലൽ ആയിട്ട് അല്ലെ, ഫേസ് എങ്ങനെയാണ് ഇരിക്കുന്നത് ആ ഫേസിൽ നിന്ന് ഒരു ലൈനും ഫേസിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈനും അതുപോലെ തന്നെ ബേസിന് പാരലൽ ആയിട്ട് മറ്റൊരു ലൈനും കൂടെ വരയ്ക്കുകയാണെങ്കിൽ ഇത് തമ്മിൽ മീഡിയേപ്പിക്കുന്ന ആംഗിൾ ആയിരിക്കും എന്ന് അറിയപ്പെടുന്നത് ബാക്ക് റേക്ക് ആംഗിൾ അല്ലെങ്കിൽ ടോപ്പ് റേക്ക് ആംഗിൾ എന്നുള്ള സാധനം അല്ലെ? ടോപ്പ് റേക്ക് ആംഗിൾ അല്ലെങ്കിൽ ബാക്ക് റേക്ക് ആംഗിൾ എന്ന സാധനം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫേസിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇരിക്കുന്ന ബേസിന് പാരലൽ ആയിട്ട് അല്ലെങ്കിൽ ബേസ് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ തമ്മിൽ മീഡിയേപ്പിക്കുന്ന ആംഗിൾ, ഫേസിന്റെ ആ ഒരു സംഭവം ഇതും തമ്മിൽ മീഡിയേപ്പിക്കുന്ന ആംഗിൾ ആയിരിക്കും നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത് ടോപ്പ് റേക്ക് ആംഗിൾ. അപ്പൊ റേക്ക് ആംഗിൾ ഗ്രൗണ്ട് ഓൺ ദ ടൂൾ കൺട്രോൾസ് ദ ജോമെട്രി ഓഫ് ദ ചിപ്പ് ഫോർമേഷൻ. അപ്പൊ റേക്ക് ആംഗിളിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചിപ്പ് ഇതിനകത്ത് ഫോം ചെയ്യിപ്പിക്കുന്നതിന്റെ ആ ചിപ്പ് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ഇതിന്റെ ജോമെട്രി ആയിരിക്കും നിശ്ചയിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി കൺട്രോൾസ് ദ മെക്കാനിക്സ് ഓഫ് കട്ടിംഗ് ആക്ഷൻ ഓഫ് ടൂൾ അല്ലെ? ഇത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇതിനകത്ത് ഉണ്ടാകുന്ന ആ ഒരു കട്ടിംഗ് ആക്ഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ കട്ടിംഗ് ആക്ഷനും കാര്യങ്ങളും എല്ലാത്തിനും ഇതായിരിക്കും ഡിറ്റർമിൻ ചെയ്യുക. ദ ടോപ്പ് ഓർ ബാക്ക് റേക്ക് ആംഗിൾ ഓഫ് ദ ടൂൾ ഗ്രൗണ്ട് ഓൺ ദ ടോപ്പ് ഓഫ് ദ ടൂൾ. അപ്പം നമ്മുടെ ആ ഒരു ടൂൾ എടുക്കുകയാണെങ്കിൽ ടൂളിന്റെ ടോപ്പിലായിരിക്കും ഇതെല്ലാം മൗണ്ടും കാര്യങ്ങളും ചെയ്യുക, അറിയാലോ. ആൻഡ് ദ സ്ലോപ്പ് ഫോംഡ് ബിറ്റ്വീൻ ദ ഫ്രണ്ട് ഓഫ് ദ കട്ടിംഗ് എഡ്ജ് ആൻഡ് ദ ടോപ്പ് ഫേസ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഒരു സ്ലോപ്പ് മേടിപ്പിക്കുന്നത് നമ്മുടെ കട്ടിംഗ് എഡ്ജിന്റെ ഫ്രണ്ട് മുതൽ അതുപോലെ തന്നെ ബാക്ക് സൈഡിലോട്ട് ആ ഒരു സ്ലോപ്പ് ചെയ്തിരിക്കുന്ന സംഭവം അല്ലെ, ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പൊ അതിനായിരിക്കും നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫേസിന്റെ സൈഡിൽ നിന്ന് ബാക്ക് സൈഡിലോട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ലൈൻ ആയിരിക്കും വരിക. അതായിരിക്കും സ്ലോപ്പ്. സ്ലോപ്പ് പല രീതിയിൽ വരാം. നെഗറ്റീവ് റേക്ക് ആംഗിൾ വരാം, അതുപോലെ തന്നെ പോസിറ്റീവ് റേക്ക് ആംഗിൾ വരാം, അതുപോലെ തന്നെ നമുക്ക് സ്ലോപ്പ് ഇല്ലാതെ സീറോ റേക്ക് ആംഗിൾ വരാം. ഇത് പറയുന്നത് പോസിറ്റീവ് റേക്ക് ആംഗിൾ അല്ലെ? നമുക്ക് പോസിറ്റീവ് ടോപ്പ് റേക്ക് ആംഗിൾ എന്നുള്ള സാധനത്തിന്റെ ഒരു കൺസെപ്റ്റിലായിരിക്കും പറയുക. പോസിറ്റീവ് ടോപ്പ് നമ്മൾ റേക്ക് ആംഗിൾ എടുക്കുകയാണെങ്കിൽ സ്ലോപ്പ് ഈസ് ഫ്രം അല്ലെ? നമുക്ക് ആ സ്ലോപ്പ് ആദ്യം എടുക്കുകയാണെങ്കിൽ ഫ്രം ദ ഫ്രണ്ട്, ഇതാണ് ഫ്രണ്ട് സൈഡ്, മറ്റേതാണ് റിയർ സൈഡ്. ഇത് ഫ്രണ്ടിൽ നിന്നും റിയർ സൈഡിലോട്ടാണ് ഈ സ്ലോപ്പ് പോകുന്നതെങ്കിൽ അല്ലെ, നമുക്ക് ഫ്രണ്ടിൽ നിന്നും റിയർ സൈഡിലോട്ടാണ് സ്ലോപ്പ് പോകുന്നതെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് അല്ലെ? ഇതാണ് നമ്മുടെ ബേസിന്റെ ആ ഒരു സംഭവം, ഇതാണ് ബേസ്. ഈ ഫ്രണ്ടിൽ നിന്നും നമ്മുടെ റിയർ സൈഡിലോട്ടാണ് സ്ലോപ്പ് പോകുന്നതെങ്കിൽ ഇത് എപ്പോഴും എന്താ പറയുന്നത്? പോസിറ്റീവ് റേക്ക് ആംഗിൾ. ഇനി ഇതിന് നേരെ തിരിച്ചാണ് വരുന്നതെങ്കിൽ അതിന് നെഗറ്റീവ് റേക്ക് ആംഗിൾ പറയും അല്ലെ? ഫ്രം ദ ഫ്രണ്ട് സൈഡിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡിലോട്ടാണ് എന്ത് പോകുന്നത്, അല്ലെങ്കിൽ ഫ്രം ദ ബാക്ക് സൈഡിൽ നിന്നും ഫ്രണ്ട് സൈഡിലോട്ടാണ് ആ സ്ലോപ്പ് പോകുന്നതെങ്കിൽ അത് എപ്പോഴും നെഗറ്റീവ് റേക്ക് ആംഗിൾ ആയിരിക്കും. ഇനി സ്ലോപ്പ് ഒന്നും ഇല്ല, അത് പാരലൽ ആയിട്ടാണ് പോകുന്നതെങ്കിൽ അതിനെ പറഞ്ഞ പേര് എപ്പോഴും സീറോ റേക്ക് ആംഗിൾ അല്ലെ? സീറോ റേക്ക് ആംഗിൾ. അപ്പം സ്ലോപ്പ് ഫ്രം ദ ഫ്രണ്ട് ടുവേർഡ്സ് ദ ബാക്ക് ഓഫ് ദ ടൂൾ ഈസ് നോൺ ആസ് പോസിറ്റീവ് റേക്ക് ആംഗിൾ. വെൻ ടേണിംഗ് സോഫ്റ്റ് മെറ്റീരിയൽസ്, അപ്പൊ നമുക്ക് പോസിറ്റീവ് റേക്ക് ആംഗിൾ അന്നും പറഞ്ഞത് എന്തായിരുന്നു? നമുക്ക് അലുമിനിയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ, അതുപോലെ തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സാധനത്തിനെ ഇതാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എപ്പോഴും പോസിറ്റീവ് റേക്ക് ആംഗിൾ യൂസ് ചെയ്യുന്നത്. അതിലെ എന്താ ഇതാക്കുന്ന ഫോംസ് കേളി ചിപ്സ് ആൻഡ് ഗുഡ് സർഫസ് ഫിനിഷ് അല്ലെ? നമുക്ക് ഇതിനകത്തൊരു കേൾ ആയിട്ടുള്ള ചിപ്പുകളും കാര്യങ്ങളും ഫോം ചെയ്യുന്നുണ്ട്. നല്ല സർഫസ് ഫിനിഷും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും പോസിറ്റീവ് റേക്ക് ആംഗിൾ. ഇനി കട്ടിംഗ് ടൂൾ ലൈഫ് ഈസ് വെരി ഷോർട്ട് അല്ലെ? അപ്പൊ നമ്മൾ പോസിറ്റീവ് റേക്ക് ആംഗിൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടൂൾ ലൈഫ് എന്ന് പറഞ്ഞ സാധനം കുറവായിരിക്കും, അല്ലെങ്കിൽ ടൂൾ ലൈഫ് ഇദ്ദേഹത്തിനകത്ത് കുറവായിരിക്കും. നമ്മൾ ഈ ടെക്സ്റ്റിനകത്ത് എന്താണോ പറയുന്നത് അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. നമ്മൾ അല്ലാതെ ടൂൾ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലാതെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കൂടെ ഇത് മിക്സ് ചെയ്യിപ്പിക്കേണ്ട, ഇതിനകത്ത് എന്താണോ പറയുന്നത് അത് മാത്രം പഠിച്ചാൽ മതി. പോസിറ്റീവ് റേക്ക് ആംഗിൾ ക്ലിയർ അല്ലേ? അറിയാല്ലേ? ഓൾറെഡി നമ്മൾ കണ്ടതാണ്, എന്നാലും ഒന്ന് കേട്ട് വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ രണ്ടാമത് ടൈപ്പ് പഠിച്ച സാധനം നെഗറ്റീവ് റേക്ക് ആംഗിൾ ആയിരുന്നു. അപ്പൊ നെഗറ്റീവ് റേക്ക് ആംഗിൾ നമ്മൾ പറയുന്നത് ഫ്രണ്ട് നിന്ന് ബാക്ക് സൈഡിലോട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്ലോപ്പ് ഡൗൺവേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ലോപ്പ് ഈസ് ഫ്രം ദ ബാക്ക് ഓഫ് ദ ടൂൾ ടുവേർഡ്സ് ദ ഫ്രണ്ട് അല്ലെ? ബാക്കിൽ നിന്നും ഫ്രണ്ടിലോട്ടാണ് ടുവേർഡ്സ് ദ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ അതിന് എപ്പോഴും നെഗറ്റീവ് റേക്ക് ആംഗിൾ എന്ന് പറയും.
known as negative top right angle. When turning the hard brittle material, carbide tool is usually practiced to give the നെഗറ്റീവ് ടോപ്പ് റൈറ്റ് ആംഗിൾ. അതായത് നമുക്ക് ഹാർഡും ബ്രിട്ടിലും ആയിട്ടുള്ള ഏതെങ്കിലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ ഒരു മെഷീനിങ് ചെയ്യുകയാണെന്ന് വെച്ചോ, അദ്ദേഹത്തിന് നിങ്ങൾ മെഷീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ മെഷീൻ ചെയ്യുന്ന സമയത്ത് എല്ലാ സമയത്തും നിങ്ങൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് ടോപ്പ് റൈറ്റ് ആംഗിൾ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അല്ലെ, ആ മെറ്റീരിയൽ എന്ന് പറഞ്ഞ സാധനം അത് എപ്പോഴും എന്തായിരിക്കും, നമുക്ക് കാർബൈഡ് ആയിരിക്കും ഉപയോഗിക്കുക. നമ്മുടെ ഇരിക്കുന്ന ടൂളിന്റെ കേസാണ് പറയുന്നത്. ടൂളിന്റെ മെറ്റീരിയൽ കാർബൈഡ് ആണെങ്കിൽ ആക്ച്വലി കാർബൈഡ് ടൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്താ യൂസ് ചെയ്യുന്നത്, നെഗറ്റീവ് റേറ്റ് ആംഗിൾ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, നോക്കാം. നെഗറ്റീവ് ടോപ്പ് റേറ്റ് ആംഗിൾ ഹാവിംഗ് മോർ സ്ട്രോങ് ആൻഡ് പോസിറ്റീവ് റേറ്റ് ആംഗിൾ ടൂളിനെക്കാട്ടും കുറച്ചുകൂടെ നമുക്ക് ടൂൾ ലൈഫും കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റും, അത് പോസിറ്റീവ് ആയതുകൊണ്ട്. ടൂൾ ലൈഫ് ഈസ് ടു ലോങ് അല്ലെ, അതേ ഉള്ളൂ. ഇറ്റ് ഷുഡ് ബി ബ്രോക്കൺ ആൻഡ് റഫ് സർഫസ് ഫിനിഷ്. നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ, നമ്മളെ ഇരിക്കുന്ന ഒരു ബ്രിട്ടിൽ ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് ടൈപ്പ് ഓഫ് ചിപ്പുകളാണ് ഫോം ചെയ്യുക, എന്ത് ടൈപ്പ് ഓഫ് ചിപ്പുകളാണ് ഫോം ചെയ്യുക, അതായത് നമ്മുടെ ഇരിക്കുന്ന മെറ്റീരിയൽ അല്ലെ, നമ്മുടെ ഇരിക്കുന്ന വർക്ക് പീസ് എന്ന് പറഞ്ഞ സാധനം ബ്രിട്ടിൽ ആണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ചിപ്പുകളായിരിക്കും ഫോം ചെയ്യുക, ആ ഡിസ്കണ്ടിന്യൂസ് ചിപ്പ്. അപ്പൊ അതാണ് ഇവിടെ ഇരിക്കുന്നത്. ചിപ്പ് ഷുഡ് ബി ബ്രോക്കൺ ആൻഡ് റഫ് സർഫസ് ഫിനിഷ് അല്ലെ. ചിപ്പ് എപ്പോഴും ബ്രോക്കൺ ആയിരിക്കും, അതുപോലെ സർഫസ് ഫിനിഷ് അത്ര നന്നായിട്ടുള്ള സർഫസ് ഫിനിഷും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അത് എവിടെയാണ് പറയുന്നത്, നെഗറ്റീവ് റേറ്റ് ആംഗിളിന്റെ കേസിലാണ് പറയുന്നത്. അതെല്ലാം കോറിലേറ്റ് ചെയ്ത് പഠിക്കുക അല്ലെ, എളുപ്പമല്ലേ. ഇനി അതുപോലെ മൂന്നാമത് പറയുന്നത് സീറോ അല്ലെങ്കിൽ ടോപ്പ് റേറ്റ് ആംഗിൾ. ദ കട്ടിംഗ് എഡ്ജ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ ഈസ് കോൾഡ് സീറോ അല്ലെങ്കിൽ ടോപ്പ് റേറ്റ് ആംഗിൾ. വെൻ ടേണിംഗ് സോഫ്റ്റ്, ഇവിടെ അതുപോലെ തന്നെ സോഫ്റ്റും ഡക്റ്റൈൽ മെറ്റീരിയൽ ലൈക്ക് അലുമിനിയം, ബ്രാസ്, കോപ്പർ. നമ്മൾ ഓൾറെഡി ഒരു സോഫ്റ്റ് മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് പോസിറ്റീവ് ആയിരുന്നു. ഇവിടെ കുറച്ചുകൂടെ പറയുന്നത് കുറച്ചുകൂടെ ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അലുമിനിയം, ബ്രാസ്, കോപ്പറുള്ള സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ മോസ്റ്റ്ലി ഉപയോഗിക്കുന്ന ഏതായിരിക്കും, സീറോ അല്ലെങ്കിൽ സീറോ ടോപ്പ് റേറ്റ് ആംഗിൾ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ക്ലിയർ അല്ലേ? നമ്മൾ പോസിറ്റീവ് റേറ്റ് ആംഗിൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏതായിരുന്നു, ഏത് ടൂൾ നമ്മൾ പോസിറ്റീവ് ടോപ്പ് റേറ്റ് ആംഗിൾ യൂസ് ചെയ്യാം? ടൂളിന്റെ മെറ്റീരിയൽ ഏതാ, ടൂളിന്റെ മെറ്റീരിയൽ. നമ്മൾ നെഗറ്റീവിന് കാർബൈഡ് ആണ് ടൂളിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞ പോലെ പോസിറ്റീവില് ടൂളിന്റെ മെറ്റീരിയൽ എവിടെയെങ്കിലും കേട്ടോ? HSS ആണ് അല്ലെ. HSS നമ്മൾ മോസ്റ്റ് കോമൺലി പറയുന്ന സ്ഥലത്തെല്ലാം നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും എടുക്കുക, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള റേറ്റ് ആംഗിൾ വരുന്ന ടൂൾ ആയിരിക്കും മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുക. നമ്മൾ കണ്ടുള്ളതും അങ്ങനെയല്ലേ, പോസിറ്റീവ് റേറ്റ് ആംഗിൾ ഉള്ള സാധനമല്ലേ നമ്മൾ കണ്ടുള്ളത്, നമ്മുടെ സ്കൂളിലെ കോളേജിലൊക്കെ നമ്മൾ കണ്ട സാധനം അതായത്. ഇനി അതേ സാധനം തന്നെ നമുക്ക് എന്തിലാണ് ഒരു സൈഡിലോട്ടാണ് വരുന്നതെങ്കിൽ അതിനെ പറഞ്ഞ പേരായിരിക്കും സൈഡ് റേറ്റ് ആംഗിൾ. സൈഡിലോട്ടാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ പറയുന്നത് സൈഡ് റേറ്റ് ആംഗിൾ ആയിരിക്കും. സൈഡ് റേറ്റ് ആംഗിൾ ഇസ് എ സ്ലോപ്പ് ബിറ്റ്വീൻ ദ സൈഡ്. നമ്മൾ ഒരു സൈഡ് എടുക്കുകയാണെങ്കിൽ ആ സ്ലൈഡിന്റെ സ്ലോപ്പ് നമ്മൾ എടുക്കുന്നുണ്ട്, ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനും കൂടെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അത് നമ്മൾ മീഡിയേറ്റിക്കുന്ന ആംഗിൾ ആയിരിക്കും നമ്മുടെ സൈഡ് റേറ്റ് ആംഗിൾ. അപ്പം അത് നമ്മൾ നോക്കി കട്ടിംഗ് എഡ്ജ് എടുക്കുകയാണെങ്കിൽ അതിന്റെ സ്ലോപ്പ് ബിറ്റ്വീൻ ദ സൈഡ് ഓഫ് ദ കട്ടിംഗ് എഡ്ജിന്റെ സൈഡും ആൻഡ് ദ ടോപ്പ് ഫേസ് ഓഫ് ദ ടൂൾ വിത്ത് വേസ് അല്ലെ. വിത്ത് വേസിൽ നമ്മുടെ ഇതാണ് വിത്ത് അല്ലേ, നമ്മുടെ ഇതാണ് ഇത്, നമ്മുടെ ഇത് ലെങ്ത് എന്നറിയാം. ആ ലെങ്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഒരു പർട്ടിക്കുലർ സ്ഥലമായിരിക്കും നമ്മുടെ വിത്ത്. ആ വിത്ത് വേസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് തമ്മിൽ മീഡിയേറ്റിക്കുന്ന ആംഗിൾ അല്ലെ, അത് തമ്മിൽ മീഡിയേറ്റിക്കുന്ന ആംഗിൾ ആയിരിക്കും നമ്മുടെ സൈഡ് റേറ്റ് ആംഗിൾ എന്നറിയപ്പെടുന്നത്. ഇനി സൈഡ് റേറ്റ് ആംഗിളിന്റെ വാല്യൂ എപ്പോഴും വേരി ചെയ്യുന്നത് എത്ര മുതൽ എത്ര വരെ ആയിരിക്കും, 0 മുതൽ 20 ഡിഗ്രി വരെ ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ സൈഡ് റേറ്റ് ആംഗിളിന്റെ വാല്യൂസ് വരുന്നത്. നമ്മുടെ ടോപ്പ് റേറ്റ് ആംഗിൾ അല്ലെങ്കിൽ നമ്മുടെ ടോപ്പ് അല്ലെങ്കിൽ ബാക്ക് റേറ്റ് ആംഗിൾ അന്ന് എത്രയാ പറഞ്ഞു, ഓർമ്മയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? 45 വരെ, 45 ഡിഗ്രി വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 45 -10 നിന്ന് തുടങ്ങി 45 ഡിഗ്രി വരെയാണ് നമ്മൾ പഠിച്ചത്. -10 തുടങ്ങി 45 എന്നാണ് പറഞ്ഞത്. അത് ജസ്റ്റ് നോക്ക്, ഇതിന്റെ ഇടയ്ക്ക് എന്തും കൂടെ ഉണ്ട്, സീറോയും കൂടെ ഉണ്ട് അല്ലെ. നെഗറ്റീവ് എന്ന് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നെഗറ്റീവ് ആണ് ഇത് വരുന്നത്. 45 എന്ന് പറഞ്ഞാൽ മാക്സിമം വരുന്നത് പോസിറ്റീവിലോട്ടാണ്. പിന്നെ നടുക്ക് ഒരു സീറോന്റെ ഒരു റേഞ്ചും കൂടെ അല്ലെ, സീറോ റേറ്റ് ആംഗിൾ എന്ന സാധനം കൂടി ഉണ്ട്. അതിനകത്ത് എന്തായാലും വരുമല്ലോ, -10, 0, 45. ഒന്ന് ഓർമ്മിക്കുക, നമുക്ക് വേണ്ട. അങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് അത് ടെക്സ്റ്റിൽ കണ്ടത് എങ്ങനെയാണെന്നുള്ള സംഭവം ഒന്ന് പറഞ്ഞു വിട്ടാൽ. അതുപോലെ സൈഡ് റേറ്റ് ആംഗിൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന എത്രയും 20 ഡിഗ്രിയാണ്. പക്ഷെ നമ്മൾ അന്ന് പഠിച്ചത് 15 സംതിങ് എന്തോന്ന് പറഞ്ഞ് നിർത്തിയെന്നോ. എന്നാലും ഇവിടെ ജസ്റ്റ് കേട്ട് വെച്ചെങ്കിൽ ഇത് 20 ഡിഗ്രിയാണ്, 0 മുതൽ 20 ഡിഗ്രിയാണ്. അതനുസരിച്ചിട്ട് എന്താണ് മെറ്റീരിയൽ ടു ബി മെഷീൻഡ്, ഏത് മെറ്റീരിയലാണോ നിങ്ങൾ മെഷീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് നിങ്ങളിൽ ഇരിക്കുന്ന എന്ത് മാറിക്കൊണ്ടിരിക്കും, നമ്മളിരിക്കുന്ന സൈഡ് റേറ്റ് ആംഗിൾ മാറിക്കൊണ്ടിരിക്കും. The top and side rake angle ground on a tool control the chip flow and the result in a true rake angle. അതായത് നമ്മുടെ ടോപ്പ് റേക്ക് ആംഗിൾ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു, ചിപ്പിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ചിപ്പിന്റെ ഫോർമേഷന്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ടോപ്പ് ആൻഡ് സൈഡ് റേക്ക് ആംഗിൾ ഗ്രൗണ്ട് ഓൺ ദ കൺട്രോൾ ദ ചിപ്പ് ഫ്ലോയും ആ കാര്യങ്ങളെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തായിരിക്കും, നമ്മുടെ സൈഡ് റേക്ക് ആംഗിളും ടോപ്പ് റേക്ക് ആംഗിളും ആയിരിക്കും. The direction which the chip that shears on the work passes, അതായത്
നമ്മൾ വർക്കുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ചിപ്പ് കറക്റ്റ് രീതിയിൽ ഷിയർ ചെയ്ത് പോവുക, അതായത് കറക്റ്റ് രീതിയിൽ അതിന്റെ പുറത്തൂടെ അങ്ങ് എന്ത് ചെയ്യുക, അത് തെറിപ്പിച്ചു കൊണ്ടുപോകുന്നത് ആരുടെ ഷേപ്പ് അനുസരിച്ചിട്ടായിരിക്കും, നമ്മുടെ റേക്ടാംഗിൾ ഷേപ്പ് അനുസരിച്ചിട്ടായിരിക്കും. റേക്ടാംഗിൾ എങ്ങനെയാണോ അത് ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്, റേക്ടാംഗിൾ എന്താ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ന് കഴിഞ്ഞാൽ ചിപ്പിന്റെ ഫ്ലോയിനെ അത് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള സാധനം അറിഞ്ഞിരിക്കണം. ഇതിന്റെ പുറത്തൂടെ ആയിരിക്കും ചിപ്പ് ഫ്ലോ ചെയ്യുക, അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് ഇതുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ചിപ്പ് തെറിച്ച് പോകുന്ന ഇതിനകത്തൂടെ ആയിരിക്കും, റേക്ടാംഗിളിന്റെ കൂടെ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് റേക്ടാംഗിൾ ആണ്. നോക്കാം, അടുത്ത ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിൾ അല്ലെ. ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിൾ, നമുക്ക് ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിൾ എന്ന സാധനം പഠിക്കും. അപ്പൊ ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് സൈഡ് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട് സൈഡിൽ നിന്ന് നിങ്ങളൊരു, അതായത് ഫ്രണ്ട് സൈഡ് ആക്ച്വലി ഇരിക്കുന്നത് നമ്മുടെ കട്ടിംഗ് എഡ്ജ് ഇരിക്കുന്ന ഒരു പർട്ടിക്കുലർ സ്ഥലമുണ്ട് അല്ലെ, നമ്മൾ കട്ടിംഗ് എഡ്ജ് ഇരിക്കുന്ന അല്ലെങ്കിൽ നോസ് ഇരിക്കുന്ന ഒരു പർട്ടിക്കുലർ സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾ നൈസിനൊരു താഴോട്ടൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ബേസ് ഇവിടെ ഉണ്ടെങ്കിൽ ആ ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഒരു കട്ടിംഗ് എഡ്ജ് അല്ലെങ്കിൽ ഇത് നോസിൽ നിന്ന് തന്നെ മറ്റൊരു ലൈൻ ഇങ്ങോട്ട് താഴോട്ട് വരയ്ക്കാൻ. ഇതാണ് ബേസ് ഉണ്ട്, ആ ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. പോരാത്തിന് ആ നോസിന്റെ സർഫസിൽ നിന്നും നമ്മുടെ ഇരിക്കുന്ന വർക്ക് പീസ് ഇങ്ങനെയല്ല ഇരിക്കുന്നത്, വർക്ക് പീസ് എന്ന് മീൻസ് നമ്മളിരിക്കുന്ന ടൂൾ ഇങ്ങനെയല്ല ഇരിക്കുന്നത്, ആ ടൂളിന്റെ ആക്ച്വലി ഒരു സർഫസിൽ നിന്നും ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ബേസ് ഇവിടെ ഉണ്ട്, ആ ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈന് ത്രൂ എവിടെ നിന്നായിരിക്കും ഇതാക്കേണ്ടത്, ആ നോസിൽ നിന്നും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങോട്ട് വരയ്ക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഇടയ്ക്ക് ഒരു മീഡിയേപ്പിക്കുന്ന ആംഗിൾ വരും. അതിനെയായിരിക്കും നമ്മൾ എന്താണെന്ന് അറിയപ്പെടുന്നത്, ഫ്രണ്ട് സൈഡിലാണ് വരുന്നത് അല്ലെ, അതിനായിരിക്കും ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത്. നോക്കാം, the angle between the slope between the front of the cutting edge, the cutting edge ന്റെ അവിടെ നിന്ന് നിങ്ങൾ വരയ്ക്കുന്ന ഒരു സ്ലോപ്പ് and a line perpendicular to the axis of the tool drawn downwards, അതായത് നമ്മുടെ ആക്സിസ് ഓഫ് ഇത് അങ്ങനെ നമ്മൾ ബേസ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഒരു ബേസിന് പെർപെൻഡിക്കുലർ എല്ലാം പാരലൽ ആയിട്ടുള്ള ലൈൻ ആണല്ലോ. ഇദ്ദേഹത്തിന് ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനെ നമുക്ക് താപ്പോട്ട് നമുക്ക് ഡ്രോൺ ചെയ്യുകയാണെങ്കിൽ അത് തമ്മിൽ മീഡിയേപ്പിക്കുന്ന ആംഗിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിൾ. ദ സ്ലോപ്പ് ഈസ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ, അതായത് ടൂളിന്റെ മേളത്തെ വശത്ത് നിന്നും, ഈ മേളത്തെ വശത്ത് നിന്നും താഴോട്ടുള്ള വശത്തിലോട്ടായിരിക്കും ഇദ്ദേഹത്തിന്റെ സ്ലോപ്പ് വരുന്നത് അല്ലെ. സ്ലോപ്പ് വരുന്നത് ഇതിൽ നിന്ന് ഇതിന്റെ താഴോട്ടുള്ള വശത്തിലോട്ടായിരിക്കും ഇതിന്റെ സ്ലോപ്പ് വരിക. ഇനി അതുപോലെ തന്നെ ഇതെന്താ ചെയ്യുന്നത്, പെർമിറ്റ്സ് ഓൺലി ദ കട്ടിംഗ് എഡ്ജ് ടു കോൺടാക്ട് വിത്ത് വർക്ക്. അപ്പം കട്ടിംഗ് എഡ്ജ് എവിടെയാണ് ഇരിക്കുന്നത്, ഇതിന് രണ്ട് കട്ടിംഗ് എഡ്ജ് ഉണ്ട് അല്ലെ, സൈഡ് കട്ടിംഗ് എഡ്ജ് ഉണ്ട്, എൻഡ് കട്ടിംഗ് എഡ്ജ് ഉണ്ട്. അപ്പൊ അത് രണ്ടും മാത്രം ആരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി, നമ്മുടെ വർക്ക് പീസുമായിട്ട് കോൺടാക്ട് ചെയ്താൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ക്ലിയറൻസ് ആംഗിൾ എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്ലിയറൻസ് ഗ്രൗണ്ട് ഈസ് മോർ, അതായത് നമ്മുടെ ക്ലിയറൻസ് ഭയങ്കര കൂടി കഴിഞ്ഞാൽ ഇറ്റ് വിൽ വീക്കൻ ദ കട്ടിംഗ് എഡ്ജ്, കട്ടിംഗ് എഡ്ജ് അങ്ങ് ഇല്ലാതായിരിക്കും. അതേസമയം ക്ലിയറൻസ് ഒരുപാട് കുറച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഒരുപാട് നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞാലും പ്രശ്നമാണ്, അതുപോലെ തന്നെ നമ്മൾ കുറച്ചിട്ട് കഴിഞ്ഞാലും പ്രശ്നമാണ്. പ്രോപ്പർ ആയിട്ടുള്ള കട്ടിങ്ങും കാര്യങ്ങളൊന്നും പോസിബിൾ ആവാതെ ഒരു ലക്ഷണം കൂടെ വരും. എന്തൊക്കെ വരാം, ക്ലിയറൻസ് ആംഗിൾ കുറഞ്ഞാലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ്. സപ്പോസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ക്ലിയറൻസ് ഗ്രൗണ്ട് ഈസ് മോർ ആണെങ്കിൽ നമ്മുടെ കട്ടിംഗ് എഡ്ജ് അത് ഇല്ലാതായി പോകാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ അല്ലേ, ഇത് ക്ലിയർ അല്ലേ? അതാണ് നമ്മുടെ ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിൾ. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ ഇതിപ്പോ ഫ്രണ്ട് സൈഡ് ആണ് വരുന്നത് അല്ലെ, നമുക്ക് ഫ്രണ്ട് സൈഡ് ആണ് വരുന്നതെങ്കിൽ അതാണ് ഈ ഒരു ഫ്രണ്ട് ക്ലിയറൻസ് എന്നുള്ള സാധനം പറയുന്നത്. ഇതേപോലെ തന്നെ ഈ ഫ്രണ്ട് ക്ലിയറൻസ് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, മുമ്പ് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഫ്രണ്ട് ക്ലിയറൻസ്? എന്തെങ്കിലും ഒരു പേരിലാണ് പഠിച്ചത് ഫ്രണ്ട് ക്ലിയറൻസിനെ? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഫ്രണ്ട് ക്ലിയറൻസിനെ? ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിൾ പോയാ, എൻഡ് റിലീഫ് എന്ന് വല്ലതും കേട്ടുണ്ടോ? എൻഡിന്റെ സൈഡിൽ നിന്നാണ് നമ്മൾ അവിടെ നിന്ന് താഴോട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ അതിന് എൻഡ് റിലീഫ് എന്നായിരിക്കും പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചിരിക്കുക, ഫ്രണ്ട് ക്ലിയറൻസ് തന്നെയാണ് ഇവിടെ പറയുന്ന എൻഡ് റിലീഫ് കേട്ടോ. ഇനി ഇവിടെ ഒരു സൈഡ് റിലീഫ് ഉണ്ട്, അത് തമ്മിൽ കൺഫ്യൂഷൻ അടിക്കുന്നത്, അത് ഒരു വേറൊരു സംഭവമാണ്. ഇത് ആക്ച്വലി പറയുന്ന ഈ സൈഡ് ക്ലിയറൻസ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ ഒരു സൈഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. സൈഡ് റിലീഫ് പഠിച്ചിട്ടില്ലേ, ആ സൈഡ് റിലീഫിന്റെ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അതായത് നമ്മുടെ സൈഡ് കട്ടിംഗ് എഡ്ജ് ഉണ്ടെങ്കിൽ ആ സൈഡ് കട്ടിംഗ് എഡ്ജിന്റെ അവിടെ നിന്ന് നിങ്ങളൊരു സ്ലോപ്പ് താഴോട്ട് വരയ്ക്കുക. നമ്മൾ അന്നും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സൈഡ് റിലീഫ് ഉണ്ടെങ്കിൽ ആ സൈഡ് റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സൈഡ് കട്ടിംഗ് എഡ്ജിൽ നിന്നും ഒരു സ്ലോപ്പ് വരയ്ക്കുക. എന്നിട്ട് നമ്മുടെ ആക്സിസ് ഉണ്ടെങ്കിൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു ലൈനും കൂടെ ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ അവിടെ മീഡിയേറ്റിക്കുന്ന ആംഗിൾ ആയിരിക്കും സൈഡ് റിലീഫ് ആംഗിൾ. ഇതിന്റെ കൺസെപ്റ്റും സെയിം തന്നെയായിരിക്കും. സൈഡ് കട്ടിംഗ് എഡ്ജ് ഉണ്ടെങ്കിൽ സൈഡ് കട്ടിംഗ് എഡ്ജ് മാത്രം ആരുമായിട്ട് കോൺടാക്ട് വരണം, നമ്മുടെ വർക്ക് പീസുമായിട്ട് കോൺടാക്ട് വരണം. അതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ എന്ത് യൂസ് ചെയ്യുന്നത്, സൈഡ് റിലീഫ് ആംഗിൾ യൂസ് ചെയ്യുന്നത്. നോക്കാം, സൈഡ് ക്ലിയറൻസ് എന്നോ സൈഡ് റിലീഫ് എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് ഫോംഡ് ബിറ്റ്വീൻ ദ സൈഡ് കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ടൂൾ അല്ലെ, അതായത് സൈഡ് കട്ടിംഗ് എഡ്ജിന്റെ അവിടെ നിന്ന് നിങ്ങൾ ഒരു സ്ലോപ്പ് താഴോട്ട് വരയ്ക്കുകയാണ്. The line perpendicular
to the tool axis drawn downward at the side cutting edge of the tool അല്ലെ സൈഡ് കട്ടിംഗ് എഡ്ജിന്റെ അവിടെ നിന്നും നിങ്ങൾ ഒരു ലൈന് താഴോട്ട് വരയ്ക്കുകയാണെങ്കിൽ അത് നമ്മുടെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനും കൂടെ വരയ്ക്കുകയാണെങ്കിൽ അത് വരുന്ന മീഡിയിപ്പിക്കുന്ന ആംഗിൾ ആയിരിക്കും നിങ്ങളുടെ സൈഡ് കട്ടിംഗ് എഡ്ജ് അല്ല സൈഡ് റിലീഫ് ആംഗിൾ സൈഡ് ക്ലിയറൻസ് ആംഗിൾ അല്ലെ സൈഡ് റിലീഫ് അല്ലെങ്കിൽ ക്ലിയറൻസ് ആംഗിൾ. The slope is from the top of the side cutting edge to the bottom face. സൈഡിൽ നിന്നും താഴോട്ടായിരിക്കും ഇദ്ദേഹത്തിന്റെ സ്ലോപ്പുകൾ വരിക. So also ground to prevent the tool from rubbing the work. അപ്പൊ ടൂളിന്റെ ബാക്കി പോർഷൻസ് നമ്മുടെ വർക്കുമായിട്ട് റബ്ബ് ചെയ്യുന്നതിനെ ഒഴിവാക്കാനായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. And allow only the cutting edge to contact with the work during turning. അല്ലെ ടേണിംഗ് സമയത്ത് നമ്മുടെ കട്ടിംഗ് എഡ്ജ് അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് ടു കോണ്ടാക്ട് ദ വർക്ക് ഡ്യൂറിംഗ് ടേണിംഗ് സമയത്ത് നമ്മുടെ കട്ടിംഗ് എഡ്ജ് മാത്രം ഇതുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. The side clearance angle needs to be increased when the feed rate is increased. അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. നമ്മുടെ സൈഡ് ക്ലിയറൻസ് ആംഗിൾ നമുക്ക് കൂട്ടി വെക്കണം. എവിടെയാണ് ഏത് കൺസെപ്റ്റിലായിരിക്കും നമുക്ക് ഫീഡ് ഒരുപാട് കൊടുക്കണം എങ്കിൽ ആ ക്ലിയറൻസും കുറച്ച് കൂട്ടി വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എന്ത് പറ്റും നമ്മുടെ കട്ടിംഗ് എഡ്ജ് ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും സൈഡ് ക്ലിയറൻസ് ആംഗിൾ എപ്പോഴും എന്തിനു വേണ്ടി കൂട്ടണം നമ്മളെ ഇരിക്കുന്ന ഫീഡ് റേറ്റ് എപ്പോഴെങ്കിലും ഇൻക്രീസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ അവിടെ ഇത് കൂട്ടുക. When grinding the rake and clearance angle നമ്മൾ റേക്കുകളും ക്ലിയറൻസ് ആംഗിളും ഗ്രൈൻഡ് ചെയ്യുന്നത് it is better to refer the standard chart provided with the recommended values. ഞാൻ പറഞ്ഞില്ലേ ഓരോ വർക്ക് പീസ് എടുക്കുകയാണെങ്കിൽ ഓരോ വർക്ക് പീസിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു ജോമെട്രി പഠിച്ചിട്ടില്ലേ അല്ലെങ്കിൽ ടൂൾ സിഗ്നേച്ചർ പഠിച്ചിട്ടില്ലേ ആ ടൂൾ സിഗ്നേച്ചറിനകത്ത് ഓരോ ടൂളുകൾ എടുക്കുകയാണെങ്കിലും ആ ടൂളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ വാല്യൂസ് ഉണ്ട്. ഇപ്പൊ നേരത്തെ എഴുതിയിടും 5, 10, 15 എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ എഴുതിയിടും. അപ്പം അതിലേക്ക് ഗ്രൗണ്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മുടെ പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. Our actual operation will indicate the performance of the tool and if any modification is needed the angle ground on the tool. അപ്പം ഇതിനകത്ത് ഏത് മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിലും എത്ര ആംഗിളിലാണ് ഇതിന് ആക്ച്വലി ഗ്രൗണ്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ടോപ്പ് റേക്ക് ആംഗിൾ ഇമ്പോർട്ടന്റ് ആണ്, സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, അതുപോലെ തന്നെ സൈഡ് റേക്ക് ആംഗിൾ പഠിച്ചിരിക്കുന്നത്, സൈഡ് റിലീഫ് ആംഗിൾ, എൻഡ് റിലീഫ് ആംഗിൾ അല്ലെങ്കിൽ എൻഡ് ക്ലിയറൻസ് ആംഗിൾ, സൈഡ് ക്ലിയറൻസ് ആംഗിൾ, അത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി അതിനുശേഷം മറ്റൊരു കൺസെപ്റ്റിലോട്ട് വരികയാണ്, അത് സൈഡ് റിലീഫ് ആംഗിൾ. ഈ സൈഡ് റിലീഫ് ആംഗിൾ ദ ഗ്രൗണ്ട് the angle is ground on the parting and undercutting tool on both sides. അതായത് ചില കണ്ടീഷനുകളിൽ നമ്മളിപ്പം പറയുന്ന എല്ലാം സിമ്പിൾ ആയിട്ടുള്ള ടേണിംഗ് ടൂളുകളാണെങ്കിൽ അതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഓപ്പറേഷന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ടൂളുകൾക്കാണ്. ഇപ്പൊ പാർട്ടിങ് ഓഫും അതുപോലെ തന്നെ നമുക്ക് ഗ്രൂവിങ് അല്ലെങ്കിൽ അണ്ടർ കട്ടിങ് ചെയ്യിപ്പിക്കുക, ഗ്രൂവ് ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള ഓരോ പ്രോസസ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളും കാര്യങ്ങളൊക്കെ ഇച്ചിരി വ്യത്യാസമായിരിക്കും. അപ്പം ആ ഒരു ടൂളിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ടൂൾ ഇതാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആംഗിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ സൈഡ് റിലീഫ് ആംഗിൾ. നമുക്ക് നോക്കാം എന്താണ്. The width of the cutting edge is slightly broader than the back of the cutting edge. അതായത് നമ്മളിരിക്കുന്ന width of the cutting edge is slightly broader. ഓക്കെ, നമ്മുടെ കട്ടിംഗ് എഡ്ജിന്റെ ബാക്ക് സൈഡ് എടുക്കുകയാണ്. ഈ ബാക്ക് സൈഡിനെ അപേക്ഷിച്ചിട്ട് കട്ടിംഗ് സൈഡിന്റെ ഫ്രണ്ട് സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ വിഡ്ത്ത് ആയിരിക്കും അല്ലെ, കുറച്ചുകൂടെ വൈഡർ ആയിരിക്കും. നമ്മളിരിക്കുന്ന സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഉണ്ടെങ്കിൽ ആ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിന്റെ ഫ്രണ്ട് സൈഡ് എടുക്കുകയാണ്, ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെ, അതായത് ആക്ച്വലി ഇരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഫ്രണ്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വിഡ്ത്ത് കുറച്ച് കൂടുതലായിരിക്കും ആരെ അപേക്ഷിച്ചിട്ട്, നമ്മുടെ ബാക്ക് സൈഡ് ഇരിക്കുന്ന വിഡ്ത്തിനെ അപേക്ഷിച്ചിട്ട്. അപ്പൊ ആ ഒരു ഇതിനെ ക്ലിയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, ആക്ച്വലി ഇതിങ്ങനെയാ പോകുന്നത്, അപ്പൊ ഇതിനിടയ്ക്ക് എന്ത് ചെയ്യാൻ കൊടുക്കുന്നത്, ഒരു റിലീഫ് ആയിരിക്കും കൊടുക്കുക. ആ ഒരു റിലീഫ് ആംഗിൾ ആയിരിക്കും നിങ്ങൾ എന്താ പറയുന്നത്, സൈഡ് റിലീഫ് ആംഗിൾ എന്നുള്ള സാധനം. അപ്പൊ അത് നമ്മളിപ്പം പറയുന്നത് ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്, അതിനെക്കാട്ടി കൂടാൻ പാടില്ല എന്നൊരു സംഭവമുണ്ട്. It permits the clearance between the side of the tool and the groove wall from the plunging action of the tool അല്ലെ. അതായത് നിങ്ങൾ വിഡ്ത്ത് വൈസ് പോവുകയാണെങ്കിൽ, നമ്മളിരിക്കുന്ന വിഡ്ത്ത് വൈസ് പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ടൂൾ, ഈ ടൂൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു റിസസ് ആയിരിക്കും കിട്ടുക. അപ്പൊ ഇങ്ങനെ ഒരു റിസസ് കിട്ടുന്ന സമയത്ത് ഇത് അകത്തോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇതിന്റെ ആക്ഷൻ അല്ലെ, ഈ ഒരു ഇതിന്റെ സർഫസ് എടുക്കുകയാണെങ്കിൽ ഈ സർഫസ് ഓൺലി ഈ ഒരു കട്ടിംഗ് എഡ്ജ് മാത്രമായിട്ട് കോണ്ടാക്ട് വരണം, അല്ലാതെ ഈ ടൂളിന്റെ ബാക്കി വിഡ്ത്ത് വൈസുള്ള ഭാഗങ്ങളുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കോണ്ടാക്ട് പാടാൻ പാടില്ല. ഒരു ക്ലിയറൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അങ്ങനെ ഒരു പ്ലഞ്ചിങ് ആക്ഷൻ കിട്ടത്തുള്ളൂ. എങ്കിലും നമുക്ക് ഇതിനകത്ത് ഗ്രൂവ് പോലെ എന്തെങ്കിലും കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പാർട്ടിങ് ഓഫ് രണ്ടായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിനാണ് ഇതിന്റെ ഷേപ്പ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഒരു ഷേപ്പിലോട്ട് കൊണ്ടുവന്നെത്തിക്കുന്നത്. ഫ്രണ്ടിലെ വിഡ്ത്ത് കൂടുതലായിരിക്കും ബാക്കിലെ വിഡ്ത്തിനെ അപേക്ഷിച്ചിട്ട്, എങ്കിലേ ഇതിനകത്തോട്ട് പെർമിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്.
ഇത് സപ്പോസ് ഒരേ ഷേപ്പിലാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരൊറ്റ ഷേപ്പിലാണ് അല്ലെ, ഒരു റെക്ടാംഗിളിന്റെ ഷേപ്പിലാണ് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ എന്താ പറ്റുക, നമ്മുടെ വർക്ക് പീസുമായിട്ട് ഇത് ചെന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടോ, ജാം ആയിട്ട് നിൽക്കാനുള്ള കാര്യമുണ്ട്. അപ്പൊ അങ്ങനെ ജാം ആയിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലിയറൻസ് ഇട്ടിട്ട് ഈ പരിപാടികൾ ചെയ്യുന്നത്. റിലീഫ്, അപ്പം ഇതിനെ ഒരുപാട് കൂട്ടാനും പാടില്ല. അപ്പൊ റിലീഫ് ഈസ് കെപ്റ്റ് ആസ് മിനിമം ആസ് പോസിബിൾ. അപ്പം ഏറ്റവും മിനിമം ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പറയുന്നത്. അതുപോലെ ഇദ്ദേഹത്തിനകത്ത് നമ്മൾ പറഞ്ഞത് ഇത് ഒരു കാരണവശാലും 2 ഡിഗ്രീനെ കട്ടിങ് കൂടാൻ പാടില്ല. അതും കൂടെ പഠിച്ചു വെക്കുക. സൈഡ് റിലീഫ് ആംഗിൾ നോർമലി ഡസ് നോട്ട് എക്സീഡ് 2 ഡിഗ്രി, 2 ഡിഗ്രീനെ കട്ടും കൂടാൻ പാടില്ല. റിലീഫ് ഗെറ്റ് കട്ടിംഗ് ടൂൾ എഡ്ജ്, അതായത് കട്ടിംഗ് ടൂൾ അല്ലെ, കട്ടിംഗ് ടൂളിന്റെ നമ്മുടെ എഡ്ജ് ഉണ്ടെങ്കിൽ കട്ടിംഗ് എഡ്ജ് മാത്രം ആരുമായിട്ട് കോണ്ടാക്ട് വരണം, നമ്മുടെ വർക്ക് പീസുമായിട്ട് കോണ്ടാക്ട് വരണം, അതിനാണ് ഇതാക്കുന്നത്. ഓൾസോ ദ പെർമിറ്റ്സ് ചിപ്പ് ടു ക്ലോഗ് ഓൺ ദ ഗ്യാപ്പ് അല്ലെ. അപ്പം നമ്മൾ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിലീഫ് ആംഗിളിന്റെ വാല്യൂ 2.5 കട്ടിംഗ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഗ്യാപ്പുകൾ അവിടെ ഫോം ചെയ്യും. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇതല്ലേ കട്ടിങ് പോസിബിൾ ആവുന്ന സമയത്ത് കട്ടിങ്ങിന്റെ കൂടെ വരുന്ന ചിപ്പുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ വന്ന് ക്ലോഗ് ആയിട്ടിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിനെ 2 ഡിഗ്രീനെ കട്ടിങ് കൂട്ടത്തില്ല. ഇനി സൈഡ് റിലീഫ് is also provided sometimes to maintain the cutting edge of the facing tool, permit only the cutting point performing the operation. ഓൾറെഡി നമ്മൾ പറഞ്ഞു റിലീഫ് ആംഗിൾ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താണ് പറയുന്നത്, കട്ടിംഗ് എഡ്ജ് മാത്രം വർക്ക് പീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ റിലീഫ് ആംഗിൾ കൊടുക്കുന്നത്. ഇതിന്റെ പർപ്പസും സെയിം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചിരുന്നാൽ. ക്ലിയർ അല്ലേ? നമ്മുടെ റിലീഫ് ആംഗിൾ എന്ന സാധനം ക്ലിയർ അല്ലേ? ഇനി അതുപോലെ തന്നെ അടുത്ത നമ്മൾ പറഞ്ഞ റിലേഷൻ ബിറ്റ്വീൻ റേക്ക് ക്ലിയറൻസ് വെഡ്ജ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്ക് റേക്ക് ഉണ്ട്, അതുപോലെ ക്ലിയറൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ ഇരിക്കുന്ന വെഡ്ജ് ആംഗിൾ എന്ന് നോക്കും. ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞിട്ട് 3 ആംഗിൾ എടുക്കുകയാണെങ്കിൽ നോക്കി, നമ്മൾ ആദ്യത്തെ ഈ ഒരു ആംഗിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതാണ് അല്ലെ, ഈ ആക്സിസ് ആയിട്ട് നമ്മൾ ഏരിയിപ്പിക്കുന്ന ആംഗിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതാണ് ആൽഫ. ഇനി അതിനുശേഷം അടുത്ത പറയുന്നത് ഇതാണ് നമ്മുടെ വെഡ്ജ് പോലെ ഫോം ചെയ്യുകയാണെങ്കിൽ ആ ടോട്ടൽ ആംഗിളിനെ ആയിരിക്കും നമ്മൾ എന്താ പറയുന്നത്, ബീറ്റ എന്ന് പറയുന്നത്. അതുപോലെ മൂന്നാമത്തെ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഇരിക്കുന്ന എന്തെന്ന് അറിയപ്പെടുന്ന ക്ലിയറൻസ് ആംഗിൾ. അപ്പൊ നമ്മൾ ചോദിക്കട്ടെ, നമ്മുടെ ഇരിക്കുന്ന ആൽഫയും ബീറ്റയും ഗാമയും എന്ന് പറഞ്ഞിട്ട് 3 ആംഗിളുകൾ കൂട്ടിയാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ആക്ച്വലി എന്താ കിട്ടുക? നമ്മുടെ റേക്ക് ആംഗിൾ, വെഡ്ജ് ആംഗിൾ, ക്ലിയറൻസ് ആംഗിൾ, ഇത് 3 കൂടെ കൂട്ടി കഴിഞ്ഞാൽ എന്താ കിട്ടുക? ആക്ച്വലി എത്ര കിട്ടും? നമ്മൾ പണ്ട് ഏതോ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നല്ലേ നമുക്ക്. എന്ത് കിട്ടും? 90 കിട്ടത്തില്ലേ? നമ്മുടെ റേക്ക് ആംഗിൾ, അതുപോലെ വെഡ്ജ് ആംഗിൾ എന്നുള്ള സാധനം, അതുപോലെ തന്നെ ക്ലിയറൻസ് ആംഗിൾ ഉണ്ടെങ്കിൽ ആ ക്ലിയറൻസ് ആംഗിൾ 3 കൂടെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 90 കിട്ടും. അപ്പം ഇത് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു 90 മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ എപ്പോഴും എന്ത് കൊടുക്കുന്നത്, ഈ ഓരോ ആംഗിളിന്റെ വാല്യൂസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ നോക്കി, ദ എക്സസീവ് റേക്ക് ആംഗിൾ റെഡ്യൂസസ് ദ വെഡ്ജ് ആംഗിൾ. നമ്മൾ റേക്ക് ആംഗിളിന്റെ ആവശ്യം അല്ലെങ്കിൽ റേക്ക് ആംഗിൾ ഭയങ്കര കൂടുതലാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മുടെ ഇരിക്കുന്ന വെഡ്ജ് ആംഗിളിന്റെ വാല്യൂ അങ്ങ് കുറഞ്ഞു. റേക്ക് ആംഗിൾ ഭയങ്കര കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വെഡ്ജ് ആംഗിളിന്റെ ആംഗിൾ കുറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ വിച്ച് ഹെൽപ്സ് ഇൻ ഗുഡ് പെനട്രേഷൻ, പർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ കട്ടിംഗ് സോഫ്റ്റ് മെറ്റീരിയൽ. അപ്പൊ അതായത് റേക്ക് ആംഗിൾ കൂട്ടി വെക്കുന്നത് എന്തിന്റെ പർപ്പസിന് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. എങ്കിൽ റേക്ക് ആംഗിൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റേക്ക് ആംഗിൾ ഭയങ്കര കൂടുതലായി പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും, വെഡ്ജ് ആംഗിൾ ഭയങ്കര ഷാർപ്പൻ ആക്കും അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിനെ കട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ ഡിക്രീസ്ഡ് അടുത്ത പറഞ്ഞ യൂസ്ഫുൾ ഫോർ കട്ടിങ് ഇതാണ് അല്ലെ, നമുക്ക് വെഡ്ജ് ആംഗിൾ കുറഞ്ഞു പോയി. അപ്പൊ വെഡ്ജ് ആംഗിൾ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന ടൂളിന്റെ സ്ട്രെങ്ത് കുറയും. നമ്മൾ ഓൾറെഡി എന്താ പഠിച്ചത്, നമ്മുടെ ഇരിക്കുന്ന പോസിറ്റീവ് റേക്ക് ആംഗിളിൽ ടൂളിന് സ്ട്രെങ്ത് ഇല്ല എന്ന് ഓൾറെഡി നമ്മൾ കണ്ടില്ലേ. റേക്ക് ആംഗിൾ കൂടിയിരിക്കുന്ന അവസ്ഥയിൽ എന്തുകൊണ്ടാണ് ടൂളിന് ഇതില്ല എന്നുള്ളത്, ടൂളിന് സ്ട്രെങ്ത് അല്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്നുള്ള സാധനം ഇതാണ് അല്ലെ. നമ്മളിരിക്കുന്ന വെഡ്ജ് ആംഗിൾ ഭയങ്കര കുറഞ്ഞു പോകും. വെഡ്ജ് ആംഗിൾ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു മൂർച്ച കൂടിയ ഒരു അവസ്ഥയിലാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് സോഫ്റ്റ് മെറ്റീരിയൽ അതിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. കുറച്ച് ഹാർഡർ ആയിട്ടുള്ള മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ ഇതിന്റെ എന്ത് ചെയ്യാ, ടൂളിന്റെ ലൈഫ് ഇല്ലാതായി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ അടുത്ത കണ്ടീഷൻ പറയുന്നത് ഹാർഡ് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ റേക്ക് ആംഗിൾ ഒന്നുകിൽ 0 ആക്കുക അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കുന്നതായിരിക്കും നല്ലത്. ദ ക്ലിയറൻസ് ആംഗിൾ ജനറലി ഫിക്സഡ് ഡിപെൻഡിങ് ഓൺ ദ ജോമെട്രി ഓഫ് ദ സർഫസ് ബീങ് കട്ട്. അപ്പൊ നിങ്ങൾ ഏത് ജോമെട്രിയാണ്, എന്ത് സർഫസ് ആണോ കട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് നമ്മുടെ ക്ലിയറൻസ് ആംഗിളുകൾ മാറ്റിക്കൊണ്ടിരിക്കാനാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അതിന് പ്രത്യേകം വാല്യൂസ് ഒന്നോ അല്ലെങ്കിൽ റേഞ്ചസോ അങ്ങനെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി അടുത്തതിൽ നോക്കാം. ഇനിയിപ്പം പുതിയ പോർഷനാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ. നമ്മൾ ഓൾറെഡി കണ്ടതാണ്, എന്നാലും ഒന്നുകൂടെ നോക്കുന്നതായിരിക്കും. ഈ കോമ്പിനേഷൻ ഡ്രിൽ ഒന്നും വേണ്ടല്ലോ. ആ പറഞ്ഞോളൂ.
വേണ്ട വേണ്ട അത് അധികം ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഒന്ന് പറഞ്ഞു നമുക്ക് ബാക്കി